മാജിക് ബുക്ക്. ഞാൻ എബി. ഞാൻ നിമ്മി. ഇത് ഞങ്ങളുടെ കുട്ടി. ഞങ്ങൾ ഇന്ന് മുതലകളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. VCRലുള്ള ക്രൊക്കഡൈൽ ബാങ്കിലോട്ട് വന്നതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ നാളത്തുള്ള ആഗ്രഹമാണ് ഇങ്ങനെ പുറത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കണം, ഒരു പിക്നിക് ഒക്കെ പോണ പോലെ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ബീച്ചിന്റെ സൈഡില് നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടു. അവിടെ തണലൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്നൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചേ? നമ്മള് ഗീ റൈസ് ആക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് അല്ലേ, നമ്മുടെ മലബാർ സാധനമാണ്. ഗീ റൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ കുറച്ച് സാലഡ് റൈത്ത അല്ലേ. അപ്പോ നമുക്ക് കഴിക്കാം. അപ്പൊ ഞങ്ങള് ഫുഡിങ് എല്ലാം കഴിഞ്ഞു. ഇവിടുന്ന് പാക്കപ്പ് പറയാൻ പോവാണ്. നല്ല അടിപൊളി സ്ഥലമായിട്ടോ. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ നല്ല രസമുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം ഞങ്ങൾ വരുമ്പോ അങ്ങേയറ്റത്തെ ബീച്ചിനോട് ചേർന്ന് പോയി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി അടുത്ത ലൊക്കേഷൻ ക്രോക്കഡൈൽ പാർക്ക്. ക്രോക്കഡൈൽ ബാങ്ക്. ലെറ്റ്സ് ഗോ. അതെന്നാന്നറിയാ പോളിയെ? അതിന് കിലുക്കാൻ പെട്ടി എന്ന് പറയും. ഇങ്ങനെ കിലുക്കാൻ പെട്ടി. പഴയ പിള്ളേർ നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോ കിലുക്കി കളിച്ചിരുന്നല്ലേ? ഞാനൊക്കെ ഇഷ്ടംപോലെ കിലുക്കി കളിച്ചിട്ടുണ്ട്. കിലുക്കാൻ പെട്ടി, കിലു 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 കിലുക്കാൻ പെട്ടി. ടിക്കറ്റ് ഫെയർ വലിയവർക്ക് മുതിർന്നവർക്ക് 60 രൂപ കേട്ടോ, കുട്ടികൾക്ക് 30. ക്രോക്കഡൈൽ ബാങ്ക് എല്ലാം മൺഡേ ഹോളിഡേ ആണ് കേട്ടോ. പിന്നെ മോർണിംഗ് 9 to ഈവനിങ് 5 വരെയാണ് ടൈമിംഗ്. ഇതൊരു പ്രൈവറ്റ് NGO ആണെന്നാണ് പറയുന്നത്. വിത്ത് നോ ഗവൺമെന്റ് ഓർ അത് സപ്പോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേക്ക് വേന എക്സ്ട്രാക്ട് സെന്റർ. പോളി പാമ്പിന്റെ വിഷം എടുക്കുന്നത് കാണോടാ. അഡൽട്ട് 30, ചൈൽഡ് 18, ക്യാമറ ആൻഡ് സെൽഫോൺ 30. അടിപൊളിയാടി. പാമ്പിന്റെ വിഷം എടുക്കുന്ന കാണിയോ? ആദ്യം ക്രൊക്കഡൈൽ കാണോ? ഹാൻഡ്സ് ഔട്ട്. ഹാൻഡ്സ് അകത്തിട്ട് കഴിഞ്ഞാൽ ക്രൊക്കഡൈൽ കടിച്ച് പറിച്ചോണ്ട് പോകും. ക്രൊക്കഡൈൽ ക്യാൻ ജംപ്. ആ ക്രൊക്കോന് നോക്കിയാ ഇതൊരുമാതിരി മരത്തടി വെട്ടിക്കൂട്ടിയിട്ട് പോലെ ഉണ്ടല്ലോ. മിസ്റ്റർ ജോ ഉണ്ട് അവിടെ അകത്തുണ്ട്. അവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരൻ. ഇന്ത്യയിലുള്ളത് പക്ഷേ ഏറ്റവും വലിയ ക്രൊക്കഡൈലാട്ടോ അത്. ജോ, ക്രൊക്കഡൈൽ ജോ. വിഷ്വൽസ് ഒക്കെ ഉണ്ട്. വേണ്ടല്ലോ, പാമ്പുണ്ട്. സ്നേക്ക് വേലായത്. ഇതാണ് ഗരിയൽ. തമിഴില് ഗരിയൽ മുതലേന്ന് എഴുതിച്ചിട്ടുണ്ട്. ഇത് ഈ നമ്മുടെ എന്താ പറയാ ബംഗാൾ ടൈഗർ, അതിനൊക്കെ പോലെയൊക്കെ ഇങ്ങനെ വംശനാശ ഭീഷണി. ഏത് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന സാധനം? ഞാനല്ല, ആ മുതലാ. നോക്കി എന്ത് വലിപ്പം. ഗ്രീൻ കളർ അല്ലേ? ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അവൻ താന്നു പോയി വെള്ളത്തില്. ഇവിടെ ഒരെണ്ണമുണ്ട്. എടാ പലതരം പില്ലേഴ്സ് ഉണ്ടല്ലേ. മുതലപ്പില്ലാർ. ഇത് വേൾഡിന്റെ പല ഭാഗത്തായിട്ടുള്ള പലതരം ക്രൊക്കഡൈൽസിന്റെ എവിടെയാണ് എന്തൊക്കെ തരം ക്രൊക്കഡൈൽസാണ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ക്രൊക്കഡൈൽ അല്ലേ? മഗർ ഓർ മാർഷ് ക്രൊക്കഡൈൽ. ഇത് അതുതാനല്ലയോ ഇത് എന്ന വിധത്തിൽ ആശങ്ക എന്ന് പറഞ്ഞാൽ എല്ലാം മുതലേ ഒരുപോലെ ഇരിക്കുന്നു.
ഇതിൽ അടിപൊളി പേരാണല്ലോ. എന്താ ടോമിസ് ടോമയോ? ചൈനക്കാരനായിരിക്കും. ഇത് ആ കിടക്കുന്ന ടോമിസ് ടോമ. ഇത് പന, മറ്റേ പനയുടെ ഒക്കെ ഓല വെട്ടിയിട്ടിരിക്കുന്നുണ്ടല്ലേ? ഷേപ്പ് നോക്കിയേ. സോൾട്ട് വാട്ടർ ക്രോക്കഡൈലോ? അയ്യോ, ഇത് ഭയങ്കര ഭയങ്കര ഭീകരനാണുള്ളത്. വാട്ട് ഈസ് ദാറ്റ് പോളി? ക്രോക്കഡൈൽ അഗൈൻ. നീ നോക്കിയോ എന്താണ് ബിഹേവിയർ? അടിപിടി. പിന്നെ നീ എന്തിനാ വന്നേ? പോളി, ഇത് ക്രൊക്കഡൈൽ അല്ല കേട്ടോ. ഇത് വാട്ടർ മോണിറ്റർ, ഏഷ്യൻ വാട്ടർ മോണിറ്റർ. ഇതിന് തമിഴിൽ എന്താ എഴുതിക്കുന്ന അറിയോ? ആശിയ നീർ ഉടുമ്പ്. ഉടുമ്പാണോ ഇത്? ഇങ്ങനെയാണ് ഉടുമ്പിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇത് ഉടുമ്പിന്. നാക്ക് നോക്കിയാ പാമ്പിന്റെ പോലത്തെ നാക്ക്. ഉടുമ്പിന്റെ നാക്ക്. നാക്ക് നോക്കിയ സ്നേക്കിന്റെ പോലത്തെ. മൊറലെറ്റ് ക്രൊക്കഡൈൽ ഈ കിടക്കുന്നുണ്ട്. അവിടെ കിടപ്പുണ്ട് രണ്ടാമന്മാര്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഓരോന്നിനും ഓരോ പേരാണെങ്കിൽ കൂടി. എന്തോ ഒരമ്മ പെറ്റതല്ലെങ്കിൽ എല്ലാ മുതലുകൾക്കും ഒരു മുഖച്ചായ. ഭയങ്കര കണ്ടുപിടുത്താട്ടോ. മുന്നൂനെ എടുക്കണമെന്ന് മുന്നു മടുത്തു. മുന്നൂനെ കാരിയർ കയറണമെന്ന്. മിന്നുമ ഈ ക്രൊക്കഡൈൽ ബാങ്ക്സില് ഒത്തിരി ഇങ്ങനെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് വരാറുണ്ട്. അപ്പൊ ഇത്രയും ബേർഡ്സിന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു പറയാനവര്. അത് ബേബി ക്രൊക്കഡൈലാണോ മിന്നു? മിന്നു ഒരു ബേബിയാണോ? എവിടെയാ മിന്നു കാറ്റ്? മുന്നൂന് എല്ലാ ക്രൊക്കഡൈലിനും ടച്ച് ചെയ്യണം. മിന്നുനെ ടച്ച് ചെയ്യണോ? ഇത് ബേബിയൊന്നല്ല കേട്ടോ. ഇത് എന്താ പറയാ, ഇവന്മാരുടെ വംശത്തിലെ കുള്ളന്മാരെ കണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ പേര് കണ്ടെന്നാ. പിന്നെ ജോ 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 1970 മുതൽ 2020 വരെയുള്ള. അയ്യോ, 13 ജാനുവരിന്. അച്ഛോ, ഞങ്ങളിവിടെ കാണാൻ വന്ന എന്താ പറയാ സെലിബ്രിറ്റി മരിച്ചുപോയി. അയ്യോ, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൊക്കഡൈലിനാണ് നമ്മൾ വായിച്ചത് അല്ലേ? ഓൾഡസ്റ്റ് ആനിമല്, ഓൾഡസ്റ്റ് ക്യാപ്റ്റിവിറ്റി ഇൻ ഇന്ത്യ. നല്ല വലുപ്പമുള്ളതായിരുന്നു. പക്ഷെ ഒരാഴ്ച മുമ്പ് അല്ലേ? പോളി ജോനെ കടന്നു വന്നല്ലേ? കാണാൻ പറ്റിയില്ല അല്ലേ? കഴിഞ്ഞ ആഴ്ച ഡൈ ആയി. അവിടെ പോയി തനിയെ വായിച്ച് അത് മരിച്ചുപോയി എന്നുള്ളത് വായിച്ചു നോക്കി സങ്കടപ്പെട്ടിട്ട് വന്നാകണതാ. വാ, നിങ്ങൾ എന്നാണ് ഇവിടെ പരിപാടി? ഞങ്ങൾ ഒരു മരക്കുറ്റിയിൽ കുത്തിയിരിക്കുന്നു. ഇത് കണ്ടോ? കണ്ടോ? ഇത് കണ്ടോ? അവനെ കണ്ടോ? അവന് ടീത്തുണ്ടോ? മിന്നു അവന് ടീത്തുണ്ടോ? എന്റെ അമ്മേ, ഒന്നോട് കാണിച്ചു മിന്നു. ടീത്ത് എവിടെയാ? ക്രൊക്കഡൈൽ എങ്ങനെയാ മൗത്ത് ഓപ്പൺ ചെയ്യുന്നേ? മിന്നിന് ക്രൊക്കഡൈലിന് ഇഷ്ടാണോ? ബ്ലാക്ക് മാൻ പറഞ്ഞേ മിന്നു. മിന്നു സ്വപ്നം കാണോ ക്രൊക്കഡൈലിന്? ഇത് കണ്ടോ? പല പല ക്രൊക്കഡൈൽസിന്റെ അതിന്റെ സ്കള്ള്, തലയോട്ടികൾ. മുട്ടത്തോടെ പാര ഓംലേറ്റ് അടിച്ച് കഴിച്ചതിന് പൊക്കെയാണ്. എന്റെ തേമ അത് അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് അവിടെ ആരെങ്കിലും ഓംലേറ്റ് അടിച്ചിട്ട്. ജയിൽ പുള്ളികൾക്ക് ഓരോ നമ്പർ അല്ല, അതുപോലെ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്പർ വെച്ച് അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ചൈനക്കാരെ പോലെ എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. കൊടുക്കുമ്പോ നമ്പർ 10 കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ 11, നമ്പർ 13. ഓ, ഭയങ്കര ബുദ്ധിയായിട്ടോ. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാശിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളവിടെ എൻട്രിയിൽ കൗണ്ടറിൽ കൊടുത്ത കാശോ? അല്ല, കുറച്ച് എക്സ്ട്രാ കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൊടുക്കും. ഇതാണ് നക്ഷത്രാമ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറില്ലേ നക്ഷത്രാമയെ പിടിക്കുന്നു.
ക്രൊക്കഡൈൽ. ഈ മരങ്ങളൊക്കെ എന്തിനാ വൈറ്റ് വാഷ് ചെയ്ത് വെച്ചെന്ന് പറയാൻ പറ്റുമോ? പറ. ഞാൻ വെച്ച് നീ വല്ല മണ്ടത്തരം പറയുമോന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. 2 ഉണ്ടല്ലോ. അപ്പൊ ഇത് സയാമീസ് ഇരട്ടകളാണോ? ഈ ക്രൊക്കഡൈലിനെ കണ്ട് ബോറടിക്കാൻ തുടങ്ങിയ. അപ്പൊ നമുക്ക് ഇനി വെള്ളത്തിന്റെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ വേണം അല്ലേ? അണ്ടർ വാട്ടർ കാരിയർ. അപ്പൊ നമുക്കിനി അണ്ടർ വാട്ടർ വ്യൂ കാണാം. ഇത് വലുതാണല്ലോ. വെള്ളത്തിനടിയിൽ നിന്ന് മേലോട്ടും തലമുക്കി. ഞങ്ങൾ ആദ്യം ആമകളെ കണ്ടപ്പോഴേ ഇത് സ്റ്റാച്ചു ആണെന്ന് വിചാരിച്ചോട്ടോ. കുറെ നേരം അനങ്ങാണ്ട് ഇങ്ങനെ കാലൊക്കെ പൊക്കി ഒറ്റക്കാലിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ സ്റ്റാച്ചു ആണെന്ന് വിചാരിച്ചോണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് തലയൊക്കെ അനക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂറോളം വെള്ളത്തിന്റെ അടിയിൽ കിടക്കാൻ പറ്റുന്ന എയറില്ലാതെ. ഭയങ്കര. അപ്പൊ നമ്മളിങ്ങനെ ചെല്ലുമ്പോ അടിയിൽ കിടക്കും. പെട്ടെന്ന് ഈ സിനിമയിലെ കാണുന്ന പെട്ടെന്ന് പൊങ്ങി വന്നിട്ട് കടിച്ചെടുത്തോണ്ട് ഒറ്റ പോക്ക. Indian rock python. 100x ഏട്ടാ പൊടി. 100x ആണ് ലേ ചെയ്യുന്നത്. ഞങ്ങളെ പിടിക്കാൻ നോക്കുന്നതാണ്. കേറി പോണോ? മലമ്പാമ്പ്. From the glass snake. How you can attack us from the glass? How you can attack us glass? ഇത് ഹായ് ഒക്കെ പറയണ കൂട്ടത്തിൽപ്പെട്ടതാന്ന് തോന്നുന്നു. ഹായ്ന്ന് മിന്നു. ഡീ നിനക്കൊരു പേടിയില്ലേ? എന്താ കൊമോഡോ ഡ്രാഗൺ. മലേഷ്യയിലും ഇൻഡോനേഷ്യ എവിടെയൊക്കെ ഉണ്ട്. ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ നാഷണൽ ജോഗ്രഫിയിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്തോനേഷ്യൻ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് ശരിക്കും പോയിസണസ് ആണ്. ഇതിങ്ങനെ കൂട്ടമായിട്ട് ചെന്ന് വലിയ ആനിമലിനെ, ബഫലോസിനെ വരെ ഇതിന് കൊല്ലാൻ കഴിയും. ഇതൊന്നും അതിൻ്റെ കാലിലൊക്കെ കടിച്ച മുറിവിലൂടെ വിഷം ഇറങ്ങി അത് സ്ലോ ആയിട്ട് അത് മരിക്കും. മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കൂട്ടമായിട്ട് അതിനെ തിന്നു തീർക്കും. അപ്പോൾ ഇവിടുത്തെ ക്ലോസിംഗ് ടൈമായി. ക്രൊക്കഡൈൽ ബാങ്ക് ക്ലോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറക്കിയത്. ഊട്ടി താക്കോലും വാങ്ങിച്ചിട്ടാണ് പുറത്തിറങ്ങി. മുമ്പിൽ ഇവിടെ ചെന്നൈയിൽ പ്ലാസ്റ്റിക് നിരോധിച്ചായിരുന്നു കേട്ടോ. ഇവിടെയും പേപ്പർ സ്ട്രോ തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നിരോധിച്ചു അല്ലേ? ഞങ്ങളപ്പോ ക്രൊക്കഡൈൽസിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. എവിടെ നോക്കിയാലും ക്രൊക്കഡൈൽസ് ആയിരുന്നു. ക്രൊക്കഡൈൽസ് മാത്രമല്ല, കുറച്ച് മലമ്പാമ്പൊക്കെ ഉണ്ടായിരുന്നു. പാമ്പിനെ പേടിയുള്ള ആള് പാമ്പിനെ കണ്ടപ്പോഴത്തേക്ക് ഒരു സൈഡ് പോയി ഒളിച്ചു നിൽക്കായിരുന്നേ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആളെ കാണുന്നില്ല. അതിനാണ് പേടിയെന്ന് പറയുന്നത് അല്ലേടാ പോളി? ഇത് ദിലീപ് പറഞ്ഞോണ്ടല്ല, വെറുത്തു പോയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ക്രൊക്കഡൈൽ ബാങ്കിന്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ല, കൂടാതെ വലതുവശത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ അടുത്ത വ്ലോഗുമായി കാണുമ്പോഴേക്കും ബൈ ബൈ. അതിനാ നിനക്ക് ലാസ്റ്റ് ലേറ്റ് ആയിട്ടൊരു ബൈ.